അങ്ങനെ രാവിലത്തെ മഴയുടെ ബഹളമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ തിരിച്ചും മറിച്ചും ഇട്ടൊക്കെ ഉണക്കിയെടുത്ത് തുണി അവിടെ ഇരിപ്പുണ്ട്. ഇനി അതൊന്ന് മടക്കി വെക്കണം. ആ തുണി മടക്കിനെക്കാട്ടും വലിയ പണിയാട്ടോ ഏതപ്പനെ പിടിച്ച് അടക്കി ഒതുക്കി ഇരുത്തുക എന്നുള്ളത്. നമ്മളിങ്ങനെ തുണിയൊക്കെ മടക്കി വെക്കുവാണെങ്കിൽ അതിനകത്തുനിന്ന് എടുത്ത് വലിച്ചെറിയലാട്ടോ അവന്റെ പരിപാടി. അതൊന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പെട്ട പാട് എനിക്കറിയാം. അപ്പൊ പിന്നെ ഇത് മടക്കി വെക്കുന്നത് വലിയ പരിപാടിയൊന്നും അല്ല. ഇനി അവന് നിലത്തിരിക്കാൻ പറ്റത്തില്ല. ഇനി അവൻ എന്റെ ഇഴയിലിരിക്കണം. അങ്ങനെ ഇത് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഒരു തരത്തിൽ കിടിച്ച് ഉറക്കാൻ വേണ്ടി നോക്കുവാണേ. പാട്ടൊക്കെ പാടി കൊടുത്താട്ടോ ഉറക്കുന്നത്. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിയിടാൻ ഒരു ചിപ്പിയാണിയമ്മ. ഇതാട്ടോ അവന്റെ ഫേവറേറ്റ് പാട്ട്. ഫോണിനകത്ത് ആ പാട്ട് വെക്കൂ, അല്ലെങ്കിൽ നമ്മൾ ഈ പാട്ട് പാടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ തോളെ കയറി കിടക്കും. പിന്നെ കുറച്ച് ബ്രൂട്ടേഷൻ ഒക്കെ ചെയ്തേ ഞാനിതേ വീണ്ടും ഒരു പൗച്ച് തയ്ച്ചിട്ടുണ്ട്. അത് കുറച്ച് മിനുക്കുമണിയൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് 2-3 ബട്ടൺസ് ഒക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായി. ഇതെല്ലാം കൂടെ കൂടി ഞാനൊരു 3-4 പൗച്ച് തയ്ച്ചു കേട്ടോ. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി പോയി ഈ പൗച്ച് തയ്ക്കുന്നത്. ഇത് മൊത്തത്തിൽ ഒറ്റയടിക്കിരുന്നിട്ടല്ലാട്ടോ തയ്ക്കുന്നത്, കുറേച്ചെ ആയിട്ടാ തയ്ക്കുന്നത്. സത്യം പറഞ്ഞ് ഇതിനൊരു കൈയും കൂടെ തയ്ക്കണം എന്നുണ്ടായിരുന്നേ. കൈയല്ല നമ്മൾ ഷോൾഡറിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് തയ്ക്കാൻ അറിയത്തില്ല. സിബും ബട്ടൺസും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് 2 അറയും കൂടെ വെച്ച് കുറച്ച് ആർഭാടം ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എപ്പോഴും ഞാൻ സിമ്പിൾ അല്ലേ ചെയ്യുന്നത്. ആവുമ്പോ ആ കുഞ്ഞു പൗച്ചിനകത്ത് നമുക്ക് അവന്റെ എന്തെങ്കിലും കളിപ്പാട്ടോ അല്ലെങ്കിൽ അവന്റെ ഡയപ്പറോ ഒക്കെ വെക്കാലോ. അതുകൊണ്ടാണേ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.